കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ ചരിത്രത്തിലില്ലാത്ത ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഗവൺമെന്റാണ്. ചരിത്രത്തിലാദ്യമായി ശമ്പളം മുടക്കിയ ഗവൺമെന്റാണ്. ചരിത്രത്തിലാദ്യമായി ശമ്പളം ഇൻസ്റ്റാൾമെന്റ് ആക്കിയ ഗവൺമെന്റാണ്. ചരിത്രത്തിലാദ്യമായി ഇത്രയും വലിയ കുടിശ്ശിക DA ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരുത്തിയ ഗവൺമെന്റാണ്. ചരിത്രത്തിലാദ്യമായി പരിഷ്കരണം ഇത്രയും വൈകിച്ച ഗവൺമെന്റാണ്. നിങ്ങളുടെ പരിഷ്കരണം എന്തായി? അതും നടപടിയായിട്ടില്ല. സത്യം പറഞ്ഞ ജനങ്ങൾ ആഗ്രഹിച്ചു നിൽക്കുകയാണ്. ഇത് ആരെങ്കിലും ഒന്നെടുത്ത് ചുമന്നു മാറ്റി ഇതിനെ മാറ്റിയിട്ട് നാട്ടിലൊരു സമാധാനം ഉണ്ടാകുന്ന, വളർച്ചയുണ്ടാകുന്ന, അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയാവുന്ന ഒരു സംവിധാനം വരണമെന്നുള്ളത്. ആ ഉത്തരവാദിത്തമാണ് പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടതെന്ന് കൃത്യമായി പറയുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ പുതിയ നേതൃത്വം എന്ന് വെച്ചാൽ, പുതിയ നേതൃത്വം എന്ന് പറഞ്ഞാൽ പഴയ നേതൃത്വം മോശമായത് കൊണ്ടുവരുന്ന നേതൃത്വം അല്ല. പഴയ നേതൃത്വം ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള തുടർച്ചയ്ക്ക് വേണ്ടി ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന ഒരു പീരീഡിൽ ലോക്കൽ ബോഡി ഉൾപ്പെടെ, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള കാര്യങ്ങളിൽ ഒന്ന് റിഫ്രഷ് ആയിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്ന കാര്യത്തിലുള്ള ഒരു സംവിധാനമാണ് നേതൃത്വം എന്ന് പറയുന്നത്. അല്ലാണ്ട് മുമ്പുള്ളവരെല്ലാം മോശമായത് കൊണ്ട് വെക്കുന്ന അല്ലല്ലോ. അപ്പൊ അതിൽ ചെയ്യാനുള്ള ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം പറയാനുള്ളത് ജനങ്ങളെ കേൾക്കും എന്ന് തന്നെയാണ് ആദ്യം പറയാനുള്ള മറുപടി. ജനങ്ങളെ കേൾക്കും, അവർക്ക് ആവശ്യമുള്ളത് തിരിച്ചറിയും, അവർക്ക് ആവശ്യമുള്ളത് അവർ ഈ ഗവൺമെന്റിന്റെ ചെയ്തികളിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് മടുത്തിട്ടുണ്ടോ ആ മടുത്തതിന് കൃത്യമായി ബദലുകൾ അവതരിപ്പിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ KCF മുമ്പിൽ വെക്കാനുള്ള ചെറിയൊരു നിർദ്ദേശം, ചെറിയൊരു അഭിപ്രായം എന്ന് പറയുന്നത്, സഹകരണ മേഖലയിൽ അനിവാര്യമായ മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള പ്രായോഗികമായതും വിശ്വാസ്യത കാക്കാൻ കഴിയാവുന്നതുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളെ കൂടെ കേട്ടിട്ട് തന്നെയായിരിക്കും നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളത് ഈ സമ്മേളനത്തിന് മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുക. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. പെൻഷനെ സംബന്ധിച്ച് പെൻഷൻ ഫണ്ടിൽ നിന്ന് ട്രഷറിയിലേക്ക് മാറ്റാൻ എത്ര കോടി? 1400 കോടി രൂപ ഇതിൽ നിന്ന് മാറ്റാൻ. ഇപ്പൊ ഇതിൽ നിന്നുള്ള പൈസ ഇങ്ങനെ അവരവരുടെ കുടുംബത്തിലേക്കും നേതാക്കന്മാരുടെ കുടുംബത്തിലേക്കും ഒക്കെ മാറ്റി മാറ്റി ശീലിച്ചിട്ട് ഇതിൽ കിടക്കുന്ന പൈസ കണ്ട അപ്പൊ ഗവൺമെന്റിനും CPM ഒരു അളക്കമാണ്. അത് എവിടേക്കെങ്കിലും ഒന്നെടുത്ത് മാറ്റണം എന്നുള്ള ആഗ്രഹമാണ്. ഇപ്പൊ പെൻഷൻ ഫണ്ടിൽ നിന്ന് 1400 കോടി രൂപ മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുന്നു. ജീവനക്കാരുടെ വെൽഫെയർ ഫണ്ടിൽ നിന്ന് എത്ര കോടിയാണ് ട്രഷറിയിലേക്ക് മാറ്റാൻ ശ്രമം നടക്കുന്നത്? ജീവനക്കാരുടെ വെൽഫെയർ ഫണ്ടിൽ നിന്ന് 400 കോടി. ജീവനക്കാരുടെ വെൽഫെയർ ഫണ്ടിൽ നിന്ന് പോലും പണം ട്രഷറിയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് ദിശയിലേക്കാണ് അവർ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? ഇത് ഓരോ മേഖലയിലും ഇപ്പൊ പുനരുദ്ധാരണ നിധി എന്ന പേരിൽ അവിടെ മാറ്റിവെച്ച റിസർവ് ഫണ്ടിന്റെ കാര്യത്തിൽ അതിലാളുകൾ ആശങ്കകൾ അറിയിക്കുന്നു. സഹകരണ മേഖലയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾക്ക് സർക്കാരോ കേരള ബാങ്കോ ഒരു തരത്തിലുള്ള നിക്ഷേപം തിരിച്ചു കിട്ടാത്തതിനെ സംബന്ധിച്ച് നിയമസഭയിൽ ഒരു പ്രഖ്യാപനം കഴിയുന്നുണ്ടായിരുന്നു. 3 കോടി കൊടുക്കുന്ന എന്തൊരു കയ്യടിയായിരുന്നു അറിയുന്നത് MLA-മാരാണ് കുറച്ച് ആൾക്കാർ. എന്തിനാ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കി വെച്ചത്? ആ സാഹചര്യം എന്തിനാ അവിടെ ഉണ്ടാക്കി വെച്ചത്? സഹകരണ മേഖലയിൽ പല സ്ഥലങ്ങളിലും വീഴ്ച നടക്കുന്നുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ബാങ്ക് അതിനെ ജനറലൈസ് ചെയ്യുന്ന തരത്തിൽ അത്തരം വീഴ്ചകളെ കൃത്യമായി അറിഞ്ഞിട്ടും മൗനം പാലിച്ചു നടപടിയെടുക്കേണ്ട ഗവൺമെന്റ് അതിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അത് പരമാവധി ഊറ്റിയെടുക്കാൻ പാർട്ടി പിന്തുണ കൊടുത്തിട്ട് ഈ മേഖലയോട് തന്നെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുകയല്ലേ? ഞാൻ ചോദിക്കുന്ന, ഒരു അടിയന്തരമായ ആവശ്യം വരാതെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഒരു സഹകരണ മേഖലയിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് അക്കൗണ്ട് തുറക്കണമെന്ന് നിങ്ങളോട് പറയുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് സഹകരണ മേഖലയിൽ ഒരു അക്കൗണ്ട് തുറക്കാന്ന് പറയുന്നത്, ഒരു ചെറുപ്പക്കാരൻ വന്ന് അവരുടെ ധനയിടപാടുകൾക്ക് സഹകരണ മേഖലയിലെങ്കിലും സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്താന്ന് അവർ പറയുന്നുണ്ടോ? അപ്പൊ ആ കമ്മ്യൂണിറ്റിയിലേക്കും ആ ജനറേഷനിലേക്കും ഇതിന്റെ വിശ്വാസ്യത പാടെ തകർക്കുന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരണങ്ങളും നടത്തുമ്പോൾ അത് ഏറ്റവും അപകടകരമാവുന്നത് അത്തരം തട്ടിപ്പുകൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന പിന്തുണയാണ്. പാർട്ടി തട്ടിപ്പിന് നേതൃത്വം നൽകുമെന്നുള്ളത് പലരും മനസ്സിലാക്കുന്നുണ്ട്. ഭരിക്കുന്നവരുടെ പാർട്ടി ആ പിന്തുണക്കപ്പുറത്തേക്ക് ഗവൺമെന്റ് നേരിട്ട് അതിന് പിന്തുണ കൊടുക്കുന്ന സാഹചര്യം. അതേസമയം എന്താ, സർക്കാരിന്റെ അധികാരത്തിന്റെ തള്ളുപയോഗിച്ച് ഈ സ്ഥാപനങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. വലിയ സഹകരണ മേഖലയിൽ ഒരുമിച്ച് നിൽക്കണം, പോരാടണം, കേന്ദ്രത്തിന്റെ ഇടപെടലിനെതിരെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കോഴിക്കോട് ജില്ലാസഭയിലെ ബാങ്കിന്റെ കാര്യത്തിൽ എന്താ ഉണ്ടായിരുന്നു? മസിൽ പവറും അധികാരത്തിന്റെ പവറും ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ച്
ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ മുഴുവൻ അട്ടിമറിച്ചു. അത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് എല്ലാവരുടെയും മുമ്പിൽ ഉറപ്പു പറഞ്ഞുകൊണ്ട് അത് നേർവിപരീതമായി നേരെ മുന്നേറുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ അതിക്രമവും അഴിച്ചുവിട്ട് സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ 3-1 ആൾക്കാർ ഒപ്പിട്ട് കൊടുത്ത ഉടനെ തന്നെ അവിശ്വാസ പ്രമേയത്തിന് യോഗം വിളിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ ഒപ്പിട്ട് കൊടുത്തവരുടെ വിശ്വാസതയും മറ്റു കാര്യങ്ങളും ഒന്നും നോക്കാതെ കൂടുതൽ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമം. ഇപ്പൊ കാർഷിക വികസന ബാങ്കിന്റെ കൂടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ സഹകരണ മേഖലയിൽ ഗവൺമെന്റ് ഒരു തരത്തിലുള്ള സഹകരണവും അതിന്റെ ജനാധിപത്യ സംവിധാനത്തോട് പുലർത്തുന്നില്ല. ഒന്നത് പിടിച്ചെടുക്കാനുള്ള ആഗ്രഹം, പിടിച്ചെടുത്ത സ്ഥലത്ത് നിന്ന് കവരാനുള്ള ആഗ്രഹം, കവരാൻ കഴിയാത്തിടത്തുള്ള ഫണ്ട് എടുത്ത് ട്രഷറിയിലേക്ക് മാറ്റാനുള്ള ആഗ്രഹം എന്നുള്ളതൊക്കെ ഈ മേഖലയുടെ മുഖമുദ്രയായിട്ട് മാറുമ്പോ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന നിമിഷത്തിലേക്ക് ജനം കാത്തിരിക്കുമ്പോ ആ ഇടപെടൽ നടത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ മുൻപന്തിയിൽ പോസിറ്റീവായി നിങ്ങളെ ഉൾപ്പെടെ കേട്ട് ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള തരത്തിൽ സഹകരണ മേഖലയിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരിക്കുമെന്നുള്ളത് ഈ നിങ്ങളിലൂടെ ഈ നാട്ടിലെ ജനങ്ങൾക്കും മറ്റുള്ള ആളുകളിലേക്കും കൂടെ പിന്നെ പറയാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. Subscribe to One India and never miss an update.